ഹലോ ഫ്രണ്ട്സ്, ടെക്നോഫസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന റിയൽമി GT7 Proയെ പറ്റിയാണ്. ഈ നവംബർ മാസം 29 മുതൽ പ്രീ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. പ്രീ ബുക്കിംഗ് വാങ്ങിക്കുമ്പോൾ 59,999 വില വരുന്ന GT7 Pro 12GB റാമും 256GB മെമ്മറി വേരിയന്റിന് 56,999 രൂപയ്ക്ക് മേടിക്കാൻ കഴിയും. അതുപോലെ തന്നെ 12 മന്ത് ഈസി EMI ഉണ്ട്. 4,999 രൂപ മാസം അടച്ചുകൊണ്ടും നമുക്ക് ഈ ഫോൺ സ്വന്തമാക്കാൻ കഴിയും. ഈ ഫോണിന് വളരെ പ്രത്യേകതകളുണ്ട്. നമുക്ക് എന്തെല്ലാമാണ് ആ പ്രത്യേകതകളെന്ന് നോക്കാം. റിയൽമി GT7 Proയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയ കാര്യം അതിന്റെ ചിപ്സെറ്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് ചിപ്സെറ്റ് ഇറക്കിയിരിക്കുന്ന ആദ്യത്തെ ഫോണാണ് റിയൽമി GT7 Pro. അതോടൊപ്പം തന്നെ AI അൾട്രാ ക്ലിയർ സ്നാപ്പ് ക്യാമറയും റിയൽ വേൾഡ് എക്കോ ഡിസ്പ്ലേയുമാണ് ഈ ഫോണിന് വരുന്നത്. കോൾകോം ഇറക്കിയിരിക്കുന്ന ഏറ്റവും പുതിയ ചിപ്സെറ്റും ഏറ്റവും മോസ്റ്റ് പവർഫുൾ ആയ ചിപ്സെറ്റാണ് സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് ചിപ്സെറ്റ്. ഫസ്റ്റ് ഡുവൽ സൂപ്പർ കോർ ആർക്കിടെക്ചറോടുകൂടി ഹൈ പെർഫോമൻസും ലോ പവർ കൺസപ്ഷനുമാണ് ഈ ചിപ്സെറ്റിന്റെ പ്രത്യേകതയായി കോൾകം എടുത്തു പറയുന്നത്. അറ്റൻഡോ സ്കോർ വരുന്നത് 3,00,000+ ആണ്. CPU-യുടെ മാക്സിമം ഫ്രീക്വൻസി വരുന്നത് 4.32 GHz ആണ്. ഇന്ന് ലഭിക്കുന്ന ഫോണുകളിൽ ഏറ്റവും പവർഫുള്ളായ ചിപ്സെറ്റ് തന്നെയാണ് സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ്. അതോടൊപ്പം തന്നെ റിയൽമി GT7 Proയ്ക്ക് 16GB റാമും 512GB മാസീവ് സ്റ്റോറേജ് വരെയുള്ള വേരിയന്റിൽ നമുക്ക് ഈ ഫോൺ മേടിക്കാൻ കഴിയും. മാസീവ് സ്റ്റോറേജും റാമും ഉള്ളതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ടാസ്കും വളരെ അനായാസം ചെയ്യുവാൻ ഈ ഫോണിന് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം റിയൽമി GT7 Proയിൽ ധാരാളം AI സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ രസകരമായ ഒരുപാട് ഫീച്ചേഴ്സ് ആണ് വരുന്നത്. അതിലൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ AI സ്കെച്ച് ടു ഇമേജ് ഫെസിലിറ്റി ആണ്. നമ്മൾ ഫോണിൽ വരയ്ക്കുന്ന സ്കെച്ച് അനുസരിച്ച് ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യും. അത് അനായാസം ഇമേജ് ആക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. നമ്മൾ സാവധാനം എഴുതുന്ന സ്കെച്ച് ഫോണിൽ എഴുതിയാൽ മതി. അത് മനോഹരമായ ഇമേജ് ആക്കി കൺവേർട്ട് ചെയ്ത് AI സഹായത്തോടുകൂടി നമുക്ക് തരും. അതോടൊപ്പം AI സാങ്കേതികവിദ്യയുടെ സഹായത്തോടുകൂടി എടുക്കുന്ന ഫോട്ടോ ഏറ്റവും ക്ലാരിറ്റിയോടെ ലഭിക്കാൻ കഴിയുന്ന മോഷൻ ഡീബ്ലർ സംവിധാനവും ഇതിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, നമ്മളെടുത്ത ഫോട്ടോയിൽ നിന്നുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം മായ്ച്ചു കളയാനുള്ള ഫെസിലിറ്റി ഉണ്ട്. AI എറൈസർ 2.0 ആണ് ഈ ഫോണിൽ വരുന്നത്. അങ്ങനെ നമ്മളെടുക്കുന്ന ഫോട്ടോസിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എറേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ചിത്രങ്ങൾ മനോഹരമാക്കുവാൻ ഈ AI സാങ്കേതികവിദ്യ നമ്മളെ സഹായിക്കും. അതോടൊപ്പം AI നൈറ്റ് വിഷൻ മോഡ്, AI റെക്കോർഡിംഗ് സമ്മറി ഉണ്ട്, AI സ്മാർട്ട് ലൂപ്പ് സംവിധാനമുണ്ട്, AI സ്റ്റുഡിയോ ഉണ്ട്. ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വിവിധ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. AI റെക്കോർഡിംഗ് സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്ത വോയിസിന്റെ സമ്മറി ആക്കി നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാൻ കഴിയും. സ്മാർട്ട് ലൂപ്പ് സംവിധാനത്തോടുകൂടി വേഗത്തിൽ നമുക്ക് സ്വിച്ച് ചെയ്ത് മറ്റൊരു ആപ്പിലേക്കോ കാര്യങ്ങളിലേക്കോ പോകാൻ കഴിയും. അതുപോലെ AI സ്റ്റുഡിയോ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെടുക്കുന്ന ഫോട്ടോസിൽ ഒരുപാട് എഡിറ്റിംഗ് ഓപ്ഷനോടുകൂടി എഡിറ്റ് ചെയ്ത് മനോഹരമാക്കി മാറ്റാൻ കഴിയും. ഇനി അതോടൊപ്പം എടുത്തു പറയേണ്ടത് AI ക്യാമറയെ പറ്റിയാണ്. സോണിയുടെ ട്രിപ്പിൾ ഫ്ലാഗ്ഷിപ്പ് ക്യാമറയാണ് ഈ ഫോണിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച ക്യാമറ സെറ്റപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 50 MB മെയിൻ ക്യാമറയാണ് വരുന്നത്. 50 MB പെരിസ്കോപ്പ് ക്യാമറയും 8 MB അൾട്രാ വൈഡ് ക്യാമറയും വരുന്നു. സെൽഫിക്കായിട്ട് സോണിയുടെ 16 MB സെൽഫി ക്യാമറയാണ് വരുന്നത്. ഈ മികച്ച ക്യാമറ ഉപയോഗിച്ചു AI സാങ്കേതികവിദ്യയുടെ സഹായത്തോടും കൂടി നമുക്ക് അതിമനോഹരമായ സ്നാപ്പുകൾ എടുക്കാൻ കഴിയും, വീഡിയോസ് എടുക്കാൻ കഴിയും. ഇവയെല്ലാം മനോഹരമായി എഡിറ്റ് ചെയ്ത് ഏറ്റവും മനോഹരമായ രീതിയിൽ ഫോട്ടോസും വീഡിയോസും എടുത്ത് നമുക്ക് എടുക്കുവാൻ സാധിക്കും. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഫോൺ IP69 വാട്ടർ പ്രൂഫ് സർട്ടിഫിക്കറ്റോടുകൂടിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അണ്ടർ വാട്ടർ മോഡിൽ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കുവാനും സാധിക്കും. വെള്ളത്തിനടിയിൽ മനോഹരമായ പിക്ചർ എടുക്കുവാൻ, വീഡിയോസ് എടുക്കുവാൻ ഈ മോഡിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, റിയൽമി GT7 Proയ്ക്ക് കൊടുത്തിരിക്കുന്ന മനോഹരമായ ഡിസ്പ്ലേ ആണ്. റിയൽമി കൊടുത്തിരിക്കുന്നതിന്റെ പേര് റിയൽ വേൾഡ് എക്കോ ഡിസ്പ്ലേ എന്നാണ്. OLED+ ടെക്നോളജിയോടുകൂടി
ഫ്ലാഗ്ഷിപ്പ് ഡിസ്പ്ലേ ആണ്. റിയൽമിയും സാംസങ്ങിനും ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത ഫസ്റ്റ് എക്കോ OLED പ്ലസ് ഫ്ലാറ്റ് സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് വന്നിരിക്കുന്നത്. 120 Hz റീഫ്രഷ് റേറ്റ്, 6500 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്, 2000 നിറ്റ്സ് HBM ബ്രൈറ്റ്നസ്, 2600 Hz ടച്ച് റെസ്പോൺസ് റേറ്റോട് കൂടിയ മനോഹരമായ ഒരു ഡിസ്പ്ലേ. മികച്ച സൺലൈറ്റിലും ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് ഈ ഡിസ്പ്ലേ കാണുവാനും ഉപയോഗിക്കാനും കഴിയുന്ന മികച്ച ബ്രൈറ്റ്നസ്സോട് കൂടിയാണ് ഈ ഡിസ്പ്ലേ വരുന്നത്. അൾട്രാ ലോ ഡിസ്പ്ലേ പവർ കൺസപ്ഷൻ ആണ് ഈ ഡിസ്പ്ലേക്ക് വരുന്നുള്ളത്. അതുകൊണ്ട് തന്നെ പവർ സേവിങ് ചെയ്യുന്ന മികച്ച ഒരു ഡിസ്പ്ലേ. അതോടൊപ്പം തന്നെ കർവ് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഇതിനൊരു കർവോട് കൂടിയാണ് ഈ ഫോണിന്റെ ഡിസ്പ്ലേ വരുന്നത്. റിയൽമി അതിനെ വിളിക്കുന്നത് ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ എന്നാണ്. മികച്ച വേഗത്തിൽ റെസ്പോൺസ് കിട്ടുന്ന രീതിയിൽ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് ആണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. അൺലോക്ക് ചെയ്യുവാൻ ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അണ്ടർ വാട്ടറും വെറ്റ് ഫിംഗറും അൺലോക്കിങ്ങും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അണ്ടർ വാട്ടറിലും വെറ്റ് ഫിംഗർ ആണെങ്കിലും നമുക്ക് അൺലോക്ക് ചെയ്യുവാനും ഫോൺ ഉപയോഗിക്കാനും സാധിക്കും. ഈ ഫോണിന്റെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, പീക്കായ ഗെയിമിംഗ് പെർഫോമൻസ് ഈ ഫോൺ ഉപയോഗിച്ച് നമുക്ക് ലഭിക്കും. FFC അൽഗോരിതം ഇന്റലിജന്റായി ഡിറ്റക്ഷൻ ചെയ്യുന്നു. ഫ്രെയിം റേറ്റും ഫ്ലക്ച്വേഷനും മനസ്സിലാക്കി ഇടപെടുന്നു. അതോടൊപ്പം GFRC അൽഗോരിതം മാക്സിമം ഫ്രെയിം റേറ്റും ഗ്രാഫിക് ക്വാളിറ്റിയും ഗെയിംസിന് കൊടുക്കുന്നു. അതോടൊപ്പം RIS അൽഗോരിതം ഇന്റലിജന്റ്ലി ഒപ്റ്റിമൈസ് ചെയ്യുന്നു, പവർ കൺസപ്ഷൻ കുറയ്ക്കുന്നു. അങ്ങനെ മികച്ച ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തരുന്ന സെറ്റപ്പാണ്, അൽഗോരിതമാണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. മികച്ച ഫ്രെയിം റേറ്റോടുകൂടി ക്ലിയറായ സ്മൂത്തറായ ഗെയിം പ്ലേ ഈ ഫോണിൽ നമുക്ക് സാധിക്കും. അതോടൊപ്പം ഗെയിം പ്ലേക്ക് സഹായിക്കുന്ന രീതിയിലുള്ള മികച്ച ഐസ്ബർഗ് ഡുവൽ BC കൂളിംഗ് സിസ്റ്റമാണ് ഈ ഫോണിന് വരുന്നത്. അതുകൊണ്ട് ഫോൺ ചൂടാകുമെന്നുള്ള പേടി വേണ്ട, വളരെ കൂളായി ഈ സിസ്റ്റം നമ്മുടെ ഫോണിനെ സൂക്ഷിക്കും. ഈ ഫോണിന് റിയൽമി GT 7 Proയ്ക്ക് റിയൽമി കൊടുത്തിരിക്കുന്നത് 5800 mAh ടൈറ്റൻ ബാറ്ററിയാണ്. ഇൻഡസ്ട്രി ലാർജസ്റ്റ് സിലിക്കോൺ കാർബൺ അൺനോഡ് ബാറ്ററിയാണിത്. ഈ ബാറ്ററിയുടെ പ്രത്യേകത വളരെ നേരം നമുക്ക് ഈ ബാറ്ററി ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ്. 450 hours ആണ് സ്റ്റാൻഡ് ബൈ ടൈം കൊടുക്കുന്നത്. 17 hours യൂട്യൂബ് നോക്കാം, 20 hours ഇൻസ്റ്റഗ്രാം, 68 hours സ്പോട്ടിഫൈ പ്ലേ ചെയ്യാനും കഴിയും. അതോടൊപ്പം ഫോൺ റീചാർജ് ചെയ്യുവാനും മനോഹരമായ സൗകര്യമാണ് കൊടുത്തിരിക്കുന്നത്. 120 വാട്ട്സിന്റെ അൾട്രാ ചാർജ് ആണ് കൊടുത്തിരിക്കുന്നത്. വെറും 11 മിനിറ്റ് കൊണ്ട് 50% ചാർജ് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. 30 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജിൽ നമുക്ക് വേഗത്തിൽ ഫോൺ ഉപയോഗിക്കാൻ കഴിയും. അതുപോലൊപ്പം തന്നെ സേഫ് ടെമ്പറേച്ചറായിട്ട് സൂക്ഷിക്കുന്ന പ്രൊട്ടക്ഷൻ ചാർജിങ്ങിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ AI സ്മാർട്ട് ചാർജിങ്ങും ഈ ഫോണിന്റെ കൂടി ഉണ്ട്. AI സാങ്കേതിക ഉപയോഗിച്ചുകൊണ്ട് ബാറ്ററി ഹെൽത്ത് മാനേജ്മെന്റ് ചെയ്തുകൊണ്ട് മികച്ച ഒരു ചാർജിങ് ഫെസിലിറ്റി സംവിധാനമാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഫോണിന്റെ മൊത്തത്തിലുള്ള ഡിസൈനെ കുറിച്ച് പറയുമ്പോൾ മാർസ് ഡിസൈനാണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. മാർസിന്റെ ഇൻസ്പിറേഷനിൽ നിന്നുള്ള ഒരു മാർസ് സർവസ് ഡിസൈനോടുകൂടിയാണ് ഈ ഫോണിന്റെ ബോഡി വരുന്നത്. ഒരു മാർസ് ടെക്സ്ചറാണ് ഈ ഫോണിന്റെ ബോഡിക്ക് കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിന്റെ ബോഡി വരുന്നത് ഏവിയേഷൻ അലുമിനിയം ഫ്രെയിമാണ്. ഡ്യൂറബിളായ ഫ്രെയിം, സ്മൂത്ത് ഫീലിംഗോടുകൂടി നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന മികച്ച അലുമിനിയം ഫ്രെയിം. 2 നിറങ്ങളിലാണ് ഫോൺ ഇറക്കിയിരിക്കുന്നത്. മാർസ് ഓറഞ്ചും ഗാലക്സി ഗ്രേയുമാണത്. അതോടൊപ്പം തന്നെ IP69 ടോപ്പ് ലെവൽ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആണ്. 2 മീറ്റർ വാട്ടർ പ്രൂഫ് ഡെപ്തിൽ ഉപയോഗിക്കാൻ കഴിയും. 30 മിനിറ്റ് വാട്ടർ പ്രൂഫ് ടൈമിംഗ് ഉണ്ട്. അതായത് 30 മിനിറ്റ് 2 മീറ്റർ ആഴത്തിൽ മുക്കി പിടിച്ചുകൊണ്ടിരുന്നാലും ഫോണിന് കാര്യമായ വാട്ടർ പ്രശ്നമൊന്നും ഉണ്ടാകാതെ വാട്ടർ റെസിസ്റ്റൻസോടുകൂടി അണ്ടർ വാട്ടറിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇനി മറ്റ് പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ മികച്ച നെറ്റ്വർക്ക് കണക്ഷൻ ലഭിക്കുന്ന മികച്ച ആന്റിനയാണ് ഈ ഫോണിന് വരുന്നത്. സൂപ്പർ വൈഫൈ കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഗെയിമിംഗ് നെറ്റ്വർക്ക് കണക്റ്റ് ആവുന്ന രീതിയിലുള്ള സ്മാർട്ട് കണക്ഷൻ 2.0യും ഈ ഫോണിൽ ലഭ്യമാണ്. 360 ഡിഗ്രി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ NFC സപ്പോർട്ടിംഗ് ആണ്. 360 ഡിഗ്രിയിൽ സീംലെസ് ആയി സ്വൈപ്പ് ചെയ്ത് നമുക്ക് NFC കൈകാര്യം ചെയ്യാൻ കഴിയും. അതോടൊപ്പം IR കൺട്രോളും കൊടുത്തിട്ടുണ്ട്. മികച്ച ആക്സിസ് ലൈനർ വൈബ്രേഷൻ മോട്ടറാണ് ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം സ്റ്റീരിയോ ഡുവൽ സ്പീക്കേഴ്സും കൊടുത്തിരിക്കുന്നു. ഇവയെല്ലാം മികച്ച ഗെയിമിംഗ് അനുഭവം നമുക്ക് തരുന്നുണ്ട്.
റിയൽമി GT7 Proയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് ആൻഡ്രോയിഡ് 15 ബേസ് ചെയ്തിട്ടുള്ള റിയൽമി UI 6.0 പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് മികച്ച തീമിൽ നമുക്ക് ഈ ഫോൺ ഉപയോഗിക്കാൻ കഴിയും. ടച്ച് ടു ഷെയർ, ലൈവ് അലർട്ട്, ഇങ്ങനെ മികച്ച ഒരു ഓപ്ഷനോട് കൂടിയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് തരുന്നത്. ഇങ്ങനെ എന്തുകൊണ്ടും മികച്ച സൗകര്യങ്ങളുള്ള മികച്ച ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ മികച്ചൊരു ഫോൺ തന്നെയാണ് റിയൽമിയുടെ GT7 Pro. സ്നാപ്ഡ്രാഗൺ 8 Elite ചിപ്സെറ്റ്, അൾട്രാ ക്ലിയർ സ്നാപ്പ് ക്യാമറ, റിയൽ വേൾഡ് എക്കോ ഡിസ്പ്ലേ, 5800 mAh ടൈറ്റൻ ബാറ്ററി, IP69 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ്, മാർസ് ഡിസൈനോടുകൂടിയ മികച്ച ഒരു മൊബൈൽ ഫോൺ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു മൊബൈലിൻ്റെ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. I've been dreaming on in my head like I've seen it. A life worth living is a life with meaning. I'll do what I love till my heart stops beating. I'm feeding this demon. Got a taste, can't erase bitterness in my face. Work a job every day till your dream